സമർപ്പണം ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. കരങ്ങൾ വീശുവെന്ന് ചേർന്ന് ആരാധന 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 കുറുകെ ആരാധന 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ സമർപ്പണം ചെയ്യാനുള്ള വലിയ വചനബോധത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി മഹത്വം യേശുവേ ആരാധന മർക്കോസ് 13:13 കണ്ടത് അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വന്നാണ്. വിളിച്ചതെന്തിനാണ്? വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 3:13 14 മുതലുള്ള തിരുവചനങ്ങൾ. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അതായത് എപ്പോഴും ഈശോ അടുത്തേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാനാണ് വിളിക്കണമെന്ന് വിചാരിക്കരുത്. അവിടെയാണ് വിഷയം വന്നത്. കർത്താവ് അടുത്തേക്ക് നമ്മളെ വിശ്വാസം കൊണ്ട് വിളിക്കുമ്പോൾ എപ്പോഴും നമ്മളെ അടുത്തുനിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അടുത്തേക്ക് വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? അതായത് അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ്. എങ്ങോട്ട് പറഞ്ഞു വിടണം? വിശ്വാസ കൈമാറ്റത്തിന് മറ്റുള്ളവരടുത്തേക്ക് പറഞ്ഞു വിടണം. ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം എന്താണ്? വിശ്വാസ കൈമാറ്റം ശക്തമായ രീതിയിൽ നടക്കുകയല്ലേ അല്ലേ? ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ടൈം ഷോർട്ട് ചെയ്ത് കൊടുത്തില്ലേ? 3 കൊല്ലത്തെ സമയം കുഞ്ഞിന് 4 വയസ്സുള്ള കുഞ്ഞിന് എന്തുകൊണ്ടാണ് ടൈം ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കണത്? ആ കുഞ്ഞ് ഒരു കീമോ കഴിഞ്ഞപ്പോൾ ഒരു ഓക്കെ കഴിഞ്ഞപ്പോൾ ആ 4 വയസ്സുകാരത്തി പത്രവും കൊണ്ട് നടന്ന് അവളുടെ ഫ്ലാറ്റിൽ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഈശോ അമ്മയുടെ പത്രമാണെന്ന് പറഞ്ഞു. 4 വയസ്സേ ഉള്ളൂ ആളിനെ. ആ കൃപാസനം പത്രത്തെ അവളുടെ താമസിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് വന്ന് താമസിക്കുന്ന ഫ്ലാറ്റിലെ ഓരോ മുറിയിലും കൊണ്ടുപോയി എല്ലാവരും കൊടുക്കും. എന്താണ്? ഈശോ അമ്മയുടെ പത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് ആ കുഞ്ഞ് കാണിച്ച സ്നേഹത്തിനാണ് അവർക്ക് ടൈം ഷോട്ടിങ് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും വിചാരിക്കണം 4 വയസ്സുള്ള കുഞ്ഞു പോലും കർത്താവിനെ ഇങ്ങനെ പ്രഘോഷിക്കാൻ. എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ദൈവം നമ്മളെ വിളിക്കണത് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കാനല്ല വിളിക്കണത്, പറഞ്ഞയക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പറഞ്ഞയക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടാവണം.
മേരി മാഗ്ഡലിനെ പോലും ഈശോ വിളിച്ചത് നീ എൻ്റെ അടുത്തിങ്ങനെ നിൽക്കല്ലേ, അതിൻ്റെ ടൈം കഴിഞ്ഞു എന്ന് പറയും. നീ പോയി എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറയും. അത് അടുത്ത് ആളെ പറഞ്ഞു പിടിക്കണം ഉടനെ. ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു സംഭവമാണിത്. 16:20 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യോഹന്നാൻ 20:16. യോഹന്നാൻ 20:16 യേശു അവളെ വിളിച്ചു. പറഞ്ഞു, യേശു അവളെ വിളിച്ചു. യേശു അവളെ വിളിച്ചു. മറിയം. മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മേരി മാഗ്ഡലിനോട് പോലും ഈശോ എന്താ പറയണത്? നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കാതെ വേഗം സ്ഥലം വിട്ട് പോകണം. എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കണത്? എന്തിനാണ്? സുവിശേഷം ആകാനും സുവിശേഷം ഏൽക്കാനും വേണ്ടിയാണ്. യേശുവിനെ രക്ഷാകര സംഭവം മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൈമാറാൻ വേണ്ടിയാണ്. അത് നിങ്ങളെ മിഷനിലേക്ക്, ഇപ്പോൾ നിങ്ങളിങ്ങനെ കരഞ്ഞും കൂപ്പി എപ്പോഴും എൻ്റെ കടമേ, എൻ്റെ രോഗമേ, എൻ്റെ ജീവിതമേ, ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിൽ എന്തുമാത്രം ഡിസീസുണ്ട്. ഐ എം നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. എന്താ കാര്യം ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കർത്താവിൻ്റെ തിരുസേന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തിട്ടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതലേ ഉള്ള സംഭവം ശുശ്രൂഷയുടെ ഭാഗമാണ്. അതായത് ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറയും. ബൈബിളിൽ അറിയാവുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അതായത് നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ മുറിയണം. കർത്താവ് അവൻ്റെ മുറിവിലാണല്ലോ നമുക്ക് സൗഖ്യമെന്ന് പറയത്തില്ലേ. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഈ നമ്മളുടെ വേദനയോ നമ്മുടെ രോഗമെന്നും കരഞ്ഞു കൂവി നമ്മുടെ കടം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മളുടെ വിഷമതകളെയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ 20:11 വായിച്ച് 20:11 അവർക്ക് യോഹന്നാന്റെ സുവിശേഷം 20:11. ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 20:11. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഇതാണ് സംഭവം. ഇപ്പം മറിയത്തിൻ്റെ ആദ്യത്തെ പൊസിഷൻ എന്താണ്? കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കണം. എന്ത് വിഷയമായാലും കരഞ്ഞിലുണ്ടാണത്. ഇപ്പം നിൻ്റെ രോഗമാകാം, കടമാകാം, അതുപോലെ തന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമാകാം, അല്ലെങ്കിൽ മക്കളുടെ തന്നെ ദുർനടപ്പ്, വേറെ പ്രണയത്തിൽ പോയി കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാകാം. ഇതും പറഞ്ഞുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തന്നെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുകയാണ്. എത്ര വർഷമായി നിൽക്കണത്? ഈ മേരി മാഗ്ഡലിനും അങ്ങനെ നിന്ന പക്ഷിയാണത്. അതാണ് 20:11 പറയണത്. അവൾ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കല്ലറവാതിക്ക് നിന്നു. കല്ലറവാതിക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കക്ഷിയോടാണ് ഈശോ ഇപ്പോൾ 20:16 പറയണത്. എന്താ പറയണത്? ഇപ്പം 20:11 ഇവളെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ 20:11 കരഞ്ഞുകൊണ്ട് നിന്ന ഇവളോടാണ് ഈശോ പറയണത് 20:16 എന്താണ്? കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കല്ലേ, നീ വേഗം പോയി എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ കടമാണ്, ജപ്തിയാണെന്ന് പറഞ്ഞ് കരഞ്ഞു കൂപ്പി കർത്താവിൻ്റെ മുമ്പ് നിൽക്കരുത്. പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് അത് എൻ്റെ ജപ്തിയാണെങ്കിൽ കർത്താവ് ജപ്തി ചെയ്യാതെ വേറെ ആർക്കും എന്നെ ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബോധം ഉണ്ടാകണം. കർത്താവ് ജപ്തി ചെയ്യാത്തോളം കാലം എന്നെ ആർക്കും ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബോധത്തിൽ എൻ്റെ ആ വിഷയത്തിൽ കർത്താവ് തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി പോകണം. അതാണ് 16:20 പറയണത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞില്ലേ,
ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആരാണ്? പുനരുദ്ധാനത്തോട് ഐക്യദാർഢ്യമുള്ളവരാണ് ദൈവത്തോട് ഇഷ്ടപ്പെട്ട ആൾക്കാർ. കർത്താവിൻ്റെ പുനരുദ്ധാനത്തോട് ഐക്യദാർഢ്യം പ്രാപിക്കുന്നവരും അത് ലോകത്തിന് കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർ. അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവർക്കാണ് ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ചൊല്ലി. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെക്കാവുന്നതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഉദരരോഗികൾ ഉദര സ്ഥലത്ത് കൈവെക്കുക. PCOD പിസ്റ്റില ഉള്ളവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. മക്കളില്ലാത്തവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിന് കൈവെക്കുക. ശ്വാസകോശ രോഗികൾ ശ്വാസകോശ കൈവെക്കുക. ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് കൈവെക്കുക. കരൾ രോഗികളും അതുപോലെ തന്നെ നെഞ്ചും കൂടിൻ്റെ താഴെ കൈവെക്കുക. അൾസർ രോഗികൾ ഊടിൽ കൈവെക്കുക, പൊക്കിൽ കൈവെക്കുക. മറ്റൊരു പലവിധ രോഗങ്ങളുള്ളവർ സ്വന്തം ശിരസ്സിൽ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൈവെക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ആദ്യം ശക്തമായ രീതിയിൽ ഇടിമുഴക്കം പോലെ വിശ്വാസ പ്രമാണം ചെല്ലുക. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, മഹോരോഗപ്പെടുത്തവനെ, തവാരോഗപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാൾ സ്തുതി പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ തീരാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. 36 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ മാരക രോഗങ്ങളുടെ തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയെടുത്ത എല്ലാ രോഗികളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പ്രത്യേകമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പ്രൈസ് ദി ലോർഡ്. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർ, നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ മേൽ ഒരു നടപടിയും ഇല്ലാതെ ഇരിക്കുന്നവർ,
സാമ്പത്തികമായ ബാധ്യതകളാലും സ്ഥലം വിറ്റുമാറാത്തവർ, സ്ഥലം വാങ്ങാനുള്ളവർ, യാത്രയിലാകാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കാൻ പോകുന്നവർ, പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ എല്ലാവരും തന്നെത്താൻ ശിരസ് കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിന്റെ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ദോഷങ്ങളെ 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യുഗത്തെയാണ്. കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ജീവിത ദുരിതങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറയുവാൻ ചെയ്യണമേ. ആരാധന. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദ സമയമാണ്. നിങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളെ വീണ്ടും അനുസ്മരിക്കുക. ഉടമ്പടി പുതുക്കാൻ പോകുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഈ ആശീർവാദത്തിൽ അനേകം മക്കളെ കർത്താവ് ആശീർവദിക്കുകയും സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ നൽകുകയും ചെയ്യാം. അച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ വിട്ടുപോയിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതും ഏതെങ്കിലും നിങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി എടുത്തതിന് ശേഷം വല്ല പുതിയ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതിനുശേഷം ആശീർവാദം. മൗനമായിട്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കിയ വിഷയങ്ങൾ, ഉടമ്പടിയിൽ ഇതുവരെ നടക്കാത്ത വിഷയങ്ങളെല്ലാം നമുക്കൊരു നിമിഷം ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിക്കാം. എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ വേണ്ട വിഷയങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ നിമിഷം ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാനം വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഷക്കീന ടെലിവിഷനിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഷാലോൺ TV-യിലൂടെ ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, അവരുടെ ജീവിത ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അൾത്താരയിൽ, ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ആ മക്കളെ നീ കൃപയാൽ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ജീവിത ദുരിതങ്ങൾ, നിങ്ങളിപ്പോൾ വിഷമിപ്പിക്കുന്ന ഭാരങ്ങളുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആശീർവാദത്തിന് മുമ്പ് നമുക്ക് ഇറക്കി വയ്ക്കാം. മൗനമായിട്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ആശീർവാദം. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ഞങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ച ദിവ്യകാരുണ്യ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ